കണ്ണിലടയ്ക്കും പ്രാർത്ഥിക്കും. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഈ ശബ്ദം കേൾക്കുന്ന സകലരെ യേശുവിൻ്റെ കരങ്ങളിൽ തരുന്നു. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹവും ഒരു വെടിതലമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നില്ലത്രേ സന്തോഷിക്കും. യേശുക്രിസ്തു 70 പേരെ കർത്താവിൻ്റെ വേലയ്ക്കായി അയക്കുകയും അവർ മടങ്ങി വന്ന് യേശുവിനോട് പറയുന്ന വരികളാണ്. പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന വരിയാണ് ഈ വരി. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവനോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നതിലെല്ലാം നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നില്ലത്രേ സന്തോഷിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, ഇന്ന് ലോകത്തിൽ അനേക വിഷയത്തിൽ സന്തോഷിക്കാറുണ്ട്. ചിലപ്പോൾ നന്മ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, വീട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാറ് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ പല കാര്യങ്ങളിലും ലോകപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് ലഭിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. എന്നാൽ ഈ സന്തോഷം കുറച്ച് നേരത്തെ നിൽക്കുള്ളൂ. പക്ഷേ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ. ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നതിലല്ല, അത്ഭുതങ്ങൾ കാണുന്നതിലല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നിടത്രേ സന്തോഷിക്കും. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലേ, നിന്റെ സന്തോഷം എന്താണ്? ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന എന്തെങ്കിലും കാണുമ്പോഴുള്ള സന്തോഷമാണോ? അതോ ഈ ഭൂമിയിലെ പേരും പ്രശസ്തിയും കിട്ടുമ്പോഴുള്ള സന്തോഷമാണോ? ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. എപ്പോൾ സന്തോഷിക്കും? എങ്ങനെ സന്തോഷിക്കണം? കർത്താവിന് സന്തോഷിക്കണം, കർത്താവിന് കൂടെ ഉള്ളതിന് സന്തോഷിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ അതെല്ലാം ആവശ്യമാണ്. പക്ഷേ അതിലുള്ള സന്തോഷം നമ്മൾ അർപ്പിച്ച കുറച്ച് സമയം കാണുള്ളൂ. കുറച്ച് സമയം സന്തോഷിക്കാം, പിന്നെ അത് നമുക്ക് അതിനോട് ഒരു സന്തോഷം കാണത്തില്ല. എന്നാൽ ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ഒരു പൈതൽ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള പൈതൽ, അവൻ തുള്ളിച്ചാടി സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം അവർക്കൊരു ഉറപ്പുണ്ട്. സ്തോത്രം, ഇന്ന് കർത്താവ് വിളിച്ചാലും എനിക്ക് അവിടെ കയറി ചെല്ലാം. ഇന്ന് അനേകർ ഈ ഭൂമിയിലുള്ള ചില കാര്യങ്ങൾ കണ്ട് അത് സന്തോഷിക്കുകയാണ്. ഞാൻ ഇവിടെ ഉള്ള കാര്യം ഇവിടെ താമസിക്കും, ഇവിടെ നിന്ന് ഒരിക്കലും പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ കാണും, ഇതെല്ലാം എൻ്റെ കസ്റ്റഡി തന്നെ ഇരിക്കും. എല്ലാ നന്മകളും കിട്ടുമ്പോൾ ആ നന്മയെ മുറുകെ പിടിച്ച് വെച്ച് ഞാൻ എന്തോ ആണ്, മറ്റൊരാളിനെ കാണുമ്പോൾ ഞാൻ എന്തോ ആണ്, ഞാൻ ഏതോ ആണ് എന്നുള്ള ഒരു നിഗള മനോഭാവത്തോടെ, ഞാനെന്ന മനോഭാവത്തോടെ സ്തോത്രം അനേകർ പെരുമാറാറുണ്ട്. സ്തോത്രം, അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് എപ്പോഴും അവരുടെ മേന്മകളായിരിക്കും, അവരുടെ പ്രശംസയായിരിക്കും, അവർ വാങ്ങിക്കൂട്ടിയതായിരിക്കും, അവർ ചെയ്ത വലിയ എന്തൊക്കെ കാര്യങ്ങൾ അവർ ഇങ്ങനെ പറഞ്ഞ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതെല്ലാം താൽക്കാലികമായി ഇവിടെ തീരുന്നതേ ഉള്ളൂ. നമുക്കറിയാം, സ്തോത്രം, കോവിഡ് വന്നപ്പോൾ, സുനാമി വന്നപ്പോൾ, പ്രശ്നങ്ങൾ ലോകത്തെ നമുക്കറിയാം, മഴ നിർത്താതെ പെയ്തപ്പോൾ, വെള്ളപ്പൊക്കം വന്നപ്പോൾ, സ്തോത്രം, നന്മകളെല്ലാം നിസ്സാര സമയം കൊണ്ട് നഷ്ടപ്പെട്ടു. അതിലാണോ സന്തോഷിക്കേണ്ടത്? ഇതെല്ലാം ഇവിടെ നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതമുണ്ട്. അവിടെ എത്തണമെങ്കിൽ സ്തോത്രം ജീവന്റെ പുസ്തകത്തിൽ പേര് വേണം, ക്രിസ്തു നമ്മുടെ അകത്ത് വേണം. സ്തോത്രം, എൻ്റെ പേരവിടെ എഴുതിയിട്ടുണ്ടോ എന്നൊരു ഉറപ്പ് വേണം. 4 വിരൽ നീളമുള്ള ഈ ഭൂമിയിലെ ആയുസ് നമുക്ക് ദൈവം തന്നിരിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ കണ്ടുമുട്ടേണ്ട ഒരാളുണ്ട്, അത് യേശു ക്രിസ്തു അത്രേ. മറ്റാരെയും കാണാൻ പറ്റിയില്ലെങ്കിലും, മറ്റാരെയും അറിയാൻ പറ്റിയില്ലെങ്കിലും, എൻ്റെ യേശുവിനൊന്ന് അറിഞ്ഞാൽ, എൻ്റെ യേശുവിനൊന്ന് കണ്ടാൽ, എൻ്റെ യേശുവിനെ കണ്ടുമുട്ടിയാൽ പൈതൽ, ഇതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. നീ ലോകത്തിൽ എത്ര ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും, അലക്സാണ്ടർ ചക്രവർത്തി മുഴുവൻ ലോകവും വെട്ടിപ്പിടിച്ചു. ആ മനുഷ്യൻ ഒരു ദിവസം ഇപ്രകാരം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ 2 കരം പുറത്തിടണം, കാരണം ഞാൻ ഇവിടെ എല്ലാം നേടിയെങ്കിലും ഒന്നും കൊണ്ടുപോയില്ല. എന്നെ കേൾക്കുന്ന സഹോദരനെ
സഹോദരിയെ, ഇവിടെ നേടുന്നതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. സ്വത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ ഹല്ലേലൂയ സന്തോഷിക്കാൻ വരട്ടെ. ഒന്ന് നിന്ന് ചിന്തിയില്. എല്ലാത്തിനും തിരക്കാണ്. സ്വത്രം. ഭയങ്കര വെപ്രാളമാണ്. ഇവിടെ എല്ലായിടത്തും നമ്മുടെ പേരുകളുണ്ടല്ലേ, എല്ലായിടത്തും ഉണ്ട് പേര്, എല്ലായിടത്തും ടോപ്പിലാണ് പേര്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സ്വത്രം, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ടോ? ഈ ഭൂമിയിലെ പേരുകൾ നമ്മൾ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ ആ പേരും നഷ്ടപ്പെട്ടു പോകും. അതെല്ലാം പിന്നെ വെട്ടിക്കുറയ്ക്കും. റേഷൻ കാർഡിലാണെങ്കിൽ വെട്ടിക്കുറയ്ക്കും. സ്വത്രം. ആധാർ കാർഡാണെങ്കിൽ പിന്നെ അത് വിലയില്ല. സ്വത്രം. മറ്റ് ഏത് കാര്യമായിരുന്നാലും പിന്നെ വിലയില്ല. ദൈവത്തിന് സ്തോത്രം. അത് വില പോകും. എന്നാൽ സ്വത്രം, ഇവിടം കൊണ്ട് തീരുന്ന ഒന്നല്ല മനുഷ്യന്റെ ജീവിതം. ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ഈ 4 വിരൽ നീളം കഴിയുമ്പോൾ നമ്മൾ പറയും എല്ലാം തീർന്നില്ല. സ്റ്റാർട്ടിങ് ആണ്, തുടക്കമേ ആകുന്നുള്ളൂ. സ്വത്രം. ഈ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ സ്തോത്രം എതിരേൽപ്പാൻ സ്വർഗീയ ദൂതന്മാരും വരും, പിശാചിന്റെ ദൂതന്മാരും വരും. യേശുവിന്റെ മകളാണ് എങ്കിൽ ഞാൻ പറയാം, സ്തോത്രം, യേശുവിന്റെ പൈതങ്ങളെ സ്വീകരിപ്പാൻ സ്വർഗീയ ദൂതന്മാർ വരും. അല്ല, സ്തോത്രം, യേശുവിൻ്റെതല്ല എങ്കിൽ പിശാചിന്റെ ദൂതന്മാരെ വരും. ഇവിടെ ഉണ്ടാക്കിയതൊന്നും കൂടെ വരത്തില്ല. ഇവിടെ നേടിയതും പേരും പ്രശസ്തിയും നമ്മുടെ കയ്യിലുള്ള ഒന്നും നമ്മുടെ കൂടെ വരത്തില്ല. പക്ഷേ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയെങ്കിൽ, ആ സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ, നമ്മളെ സ്വീകരിക്കാൻ വരുന്നത് പൈതലെ യേശു ക്രിസ്തുവിന്റെ ദൂതന്മാരത്രേ. അവർ നമ്മളെ സ്വീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടെത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അവർ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. അവർ പിശാചിന്റെ മണ്ഡലങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. ആ ദൂതന്മാർ നമ്മെ സ്വീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടെത്തിക്കും, പർദീസിൽ കൊണ്ടെത്തിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പഴയതിൽ നമുക്ക് സന്തോഷമുണ്ട് അല്ലേ? പക്ഷേ സ്തോത്രം, അതെല്ലാം അസ്തമിക്കുന്ന സന്തോഷങ്ങളാണ്. എന്നാൽ സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ, ഇവിടെ സ്തോത്രം ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ, ഇവിടെ ആരെല്ലാം റിജക്ട് ചെയ്താലും കുഴപ്പമില്ല, ആരൊക്കെ അവഗണിച്ചാലും കുഴപ്പമില്ല, ആരൊക്കെ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല, ആരൊക്കെ മാറ്റി നിർത്തിയാലും കുഴപ്പമില്ല, ആരെ അംഗീകരിച്ചില്ലെങ്കിലും സാരമില്ല. പക്ഷേ ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ പൈതലെ, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് സ്വത്രം ഇവിടെ വിട്ടു പോകുമ്പോൾ, സ്വത്രം, കർത്താവിൻ്റെ രാജ്യത്തിൽ പോകണമെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ പേര് വേണം. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, അല്പം നിന്ന് ചിന്തിച്ച് സ്വത്രം, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ഇവിടെയുള്ള ചെറിയ കാര്യങ്ങളെന്തോ കിട്ടിയതിലുള്ള സന്തോഷമല്ല. ആ സന്തോഷം കുറച്ച് നേരത്തെ കാണുള്ളൂ. ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ വളരെ ആനന്ദമായിരിക്കും. എടുക്കാൻ പോകും മുമ്പ് എടുത്ത് ചില ദിവസം ഓടിച്ചു കഴിയുമ്പോൾ അതിനോടുള്ള ആനന്ദം തീരും. പിന്നെ ഒരു ആനന്ദമില്ല. വീട് വയ്ക്കും മുമ്പ് ഭയങ്കര ആനന്ദമായിരിക്കും വീടിൽ. പക്ഷെ വീട് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ചില ദിവസങ്ങൾ താമസിച്ച് കഴിയുമ്പോൾ കർത്താവ് ചോദിക്കും, നിനക്ക് തൃപ്തിയായോ? ഇല്ല സഹോദരങ്ങളെ, അത് ചില ദിവസമേ ആ സന്തോഷമുള്ളൂ. പിന്നെ അതിൽ സന്തോഷം തോന്നാറില്ല. ഈ ഭൂമിയിൽ ഏത് സാധനം ആയിരുന്നാലും അങ്ങനെ തന്നെ 1-2 കുറച്ച് ദിവസം ഒരു സന്തോഷം കാണും. പിന്നെ അത് വലിച്ചെറിഞ്ഞിട്ടായിരിക്കും നമ്മളിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നാൽ സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ അതിലെത്രയും സന്തോഷിക്കരുത്. ഇവിടെയുള്ളതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു ദിവസം നമ്മൾ ഇവിടെ വിട്ട് കയറിപ്പോകും. സ്തോത്രം, പ്രതീക്ഷിക്കാത്ത സമയത്ത്, ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരു സമയത്ത്, സ്തോത്രം, നമ്മൾ കയറി പോകുമ്പോൾ നമ്മുടെ പേര് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോയി വീഴും? ദൈവത്തിന് സ്തോത്രം. ഇവിടെയും പ്രതിസന്ധിയിലൂടെ എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതൽ നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഒരുപക്ഷെ എൻ്റെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ ഈ കണ്ണുനീര് അനുഭവിച്ച്, ഒറ്റപ്പെടാൻ അനുഭവിച്ച്, ഞരക്കം അനുഭവിച്ച്, സ്തോത്രം, ജീവിക്കുന്ന നീ ഇവിടെ വിട്ട് പോയി കഴിയുമ്പോഴും ആ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ പോയി വീണാൽ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ പേരില്ലെങ്കിൽ ആ കണ്ണുനീരിന്റെ സ്ഥലത്തിലേക്ക് പോകും. ഒരല്പം നിൽക്കാം, ശ്രദ്ധിക്കാം, ചെവി ചായ്ക്കാം, ഒന്ന് കേൾക്കാം. സ്തോത്രം. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഒന്ന് കേൾക്കാം. സ്തോത്രം. പാപത്തെ വിട്ടു തിരിയാം. യേശുവിനെ കർത്താവിനെ രക്ഷകനുമായി സ്വീകരിക്കാം. സ്തോത്രം. സ്വർഗത്തിൽ നമുക്ക് പേര് പ്രാപിക്കാം. യേശുവിനോട് പറയാം, യേശുവേ, എൻ്റെ പേര് ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ എത്രയെ സന്തോഷിപ്പീൻ. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? സ്നേഹിതരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ വേറെ ഒന്നിനും ഉറപ്പ് വരുത്തിയില്ലെങ്കിലും അവിടെ പേരിലൊരു ഉറപ്പ് വരുത്തണം.
നമുക്കൊരു ഉറപ്പ് വേണം. എൻ്റെ പേരവിടെ ഉണ്ട്. ഇന്ന് എൻ്റെ യേശു വിളിച്ചാലും എൻ്റെ പേരവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയപ്പെടാനില്ല. അവിടെ കയറിപ്പോകും. എന്നെ കേൾക്കുന്ന പൈതലെ, പേരില്ല എങ്കിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നീ കർത്താവിനോട് പറ, യേശുവേ, ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ ഹൃദയത്തിനകത്ത് വരണമേ, എനിക്ക് ആശ്വാസവും സമാധാനം തരണമേ, എൻ്റെ പേര് അങ്ങയുടെ പുസ്തകത്തിനകത്ത് എഴുതണമേ എന്ന് ആര് പറയും? നമുക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, അടമേറി തിരുവിനെ സംസാരിച്ചതിനായി സ്തോത്രം. എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരൻ്റെ സഹോദരിയെ ദൈവകരങ്ങൾ തരുന്നപ്പ. പേരില്ലാത്തവരാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ കർത്താവെ, അവരെല്ലാവരുടെ പേരുകളും ആ സ്വർഗത്തിൽ എഴുതപ്പെടട്ടെ. കർത്താവെ, പാപത്തെ ക്ഷമിക്കണമേ, ആ രക്തം കൊണ്ട് കഴുകണമേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, ഇതിനോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങൾ തരുന്നു. അവരെ തൊട്ടി പിടിവെക്കണം. രോഗത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെയാണോ ഈ ശബ്ദം കേൾക്കുന്നത്? അവിടെ രോഗവും അവരുടെ ഭാരമോ പ്രയാസങ്ങളല്ല, അവരുടെ ശരീരം വിട്ട് നീങ്ങിപ്പോകട്ടപ്പ. അവർ പൂർണ്ണമായിട്ട് പിടിപ്പിക്കപ്പെട്ടിട്ട് കർത്താവെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരുടെ പേരുകളും സ്വർഗത്തിൽ എഴുതപ്പെടട്ടെ പച്ച. ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തുവിന്റെ രാജ്യത്തിൽ സ്വർഗത്തിൽ പേരുള്ളതിൽ സന്തോഷിപ്പാൻ സകലരെ ഒരുക്കണമേ. സ്വർഗം തൊട്ട് പിടിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Subscribe to my channel.